എക്സർസൈസ് ആണ് ഈ ചാപ്റ്ററിലെ സോൾവ് ദ ഫോളോയിങ്. അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ആദ്യം നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 3x ഈക്വൽ ടു 2x പ്ലസ് 18. അപ്പോൾ എക്സിൻ്റെ പാർട്ട് വലിയത് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2xനോട് നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ 2x എന്ന് പറഞ്ഞാൽ പ്ലസ് 2x ആണ്. അതിന് മുമ്പിലുള്ള സൈനാണ് നോക്കേണ്ടത്. ഇതിപ്പുറത്തേക്ക് വരുമ്പോൾ 3x മൈനസ് 2x ഈക്വൽ ടു 18 എന്ന് കിട്ടും. 3xൽ നിന്ന് 2x കുറച്ചാൽ 1x ആയിരിക്കും ബാക്കിയുണ്ടാകുക. 1x ഈക്വൽ ടു 18. ഒന്നുകൂടി പറയാം. 3 മാങ്ങയിൽ നിന്ന് 2 മാങ്ങ കുറച്ചാൽ 1 മാങ്ങ ഉണ്ടാവും. 3xൽ നിന്ന് 2x കുറച്ചാൽ 1x ഉണ്ടാവും. 1x എന്ന് എഴുതിയാലും x എന്ന് എഴുതിയാലും ഇതിൻ്റെ ആൻസർ അത് തന്നെ. 1x എന്ന് എഴുതിയാലും x എന്ന് എഴുതിയാലും സെയിം ആണ്. സോൾവ് ചെയ്ത് ഇനി ഇതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ തന്നെ നമുക്കൊന്ന് ഈ എക്സിന് പകരം ഇത് ഇട്ട് കൊടുക്കാം. 3x ഈക്വൽ ടു 2x പ്ലസ് 18 എന്നാണ്. 3x 3 ഇൻറ്റു 18 നമുക്ക് ചെയ്യാം. LHS മാത്രം ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു 18 എന്ന് പറഞ്ഞാൽ 3 8s are 24, 3 1s are 3 plus 2 5. ഓക്കെ, 3 ഇൻറ്റു 18 സംശയം ഉണ്ടെങ്കിൽ സൈഡിലിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ LHS പാർട്ട് മാത്രം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് മാത്രം എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 54 എന്ന് കിട്ടി. ഇനി നമുക്ക് RHS പാർട്ട് നോക്കാം. RHS എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആളുകളെ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് 2x പ്ലസ് 18. അപ്പം നമുക്ക് ഇതിവിടെ ചെയ്യാം. 2 ഇൻറ്റു എക്സിന് വാല്യൂ 18 എന്നാണ് നമുക്ക് കിട്ടിയത്, പ്ലസ് 18. ഇത് നമ്മൾ പറയുമ്പോൾ 36 പ്ലസ് 18. 36ഉം 18ഉം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് 54 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അതായത് ഇത് ചെക്ക് ചെയ്തപ്പോഴും കറക്റ്റായി. LHS ചെയ്തപ്പോഴും 54 കിട്ടി, RHS ചെയ്തപ്പോഴും 54 കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതും LHS ഈക്വൽ ടു RHS വെരിഫൈഡ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ക്ലിയർ ചെയ്യാം. ആദ്യം ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇത് ഇപ്പുറത്തേക്ക് വരുന്നു. 3xനടുത്തേക്ക് വരുമ്പോൾ 3x മൈനസ് 2x ആവും. ഇത് പ്ലസ് ആണ് ഇവിടെ, അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും. ഈക്വൽ ടു 80. 3xൽ നിന്ന് 2x കുറച്ചാൽ 1x. 1x എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 54 എന്ന് കിട്ടുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിലും എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അപ്പോഴും നമുക്ക് 54 എന്ന് കിട്ടി. അതായത് LHSഉം RHSഉം ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്തു. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുകയും ചെയ്തു. ഒന്നാമത്തെ എക്സസൈസിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതാം. 5t minus 3 equal to 3t minus 5. നമുക്ക് വേരിയബിൾ ഉള്ളത്, ഇത് വേരിയബിൾ ഉള്ള പാർട്ടാണ്, ഇതും വേരിയബിൾ ഉള്ള പാർട്ടാണ്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, നമ്പർ പാർട്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അതായത് നമ്പർ പാർട്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, വേരിയബിൾ ഉള്ള പാർട്ടിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 5tയുടെ അടുത്തേക്ക് പോസിറ്റീവ് 3t ആണ്. ഓർക്കുക, ഇതിൻ്റെ ചിഹ്നം പോസിറ്റീവ് ആണ്, ഈ മൈനസ് ഇതിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ ചിഹ്നം പോസിറ്റീവ് പ്ലസ് ആണിത്. പ്ലസ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 3t ആവുന്നു. 5tയുടെ അടുത്തേക്ക് ഈ പോസിറ്റീവ് 3t വരുമ്പോൾ മൈനസ് 3t ആവുന്നു. ഈക്വൽ ടു ഇവിടെ -5 ആണ് ഉള്ളത്. -3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് +3 ആയി മാറുന്നു.
റിപ്പീറ്റ്. ഇവിടെ 5t മൈനസ് 3 എന്നായിരുന്നു. ഈ പോസിറ്റീവ് 3നെ പ്ലസ് 3tനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ മൈനസ് 3t എന്നാകുന്നു. ഈ മൈനസ് 5ൻ്റെ അടുത്തേക്ക് മൈനസ് 3നെ കൊണ്ടുവരുന്നു. അപ്പോൾ പ്ലസ് 3 എന്നാകുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ 5tയിൽ നിന്ന് 3t കുറച്ചാൽ 5 പേനയിൽ നിന്ന് 3 പേന കുറച്ചാൽ 2 പേന ഉണ്ടാവും. ഒന്നുകൂടി പറയാം, 5tയിൽ നിന്ന് 3t മൈനസ് ചെയ്താൽ 2t ഉണ്ടാവും. ഓർക്കുക. ഇനി ഇത് മൈനസ് 5ഉം ഇത് പ്ലസ് 3 ആണ്. അപ്പോൾ 1 മൈനസും 1 പ്ലസ്സും ആണെങ്കിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ഓക്കെ, സബ്സ്ട്രാക്ട് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ദ ബിഗ്ഗർ നമ്പർ. അപ്പോൾ ഇവിടെ 1 മൈനസും 1 പോസിറ്റീവുമാണ്. മൈനസും പ്ലസും കൂടി ആഡ് ചെയ്യുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇടണം. അപ്പോൾ 5ൽ നിന്ന് 3 കുറക്കുമ്പോൾ 2 കിട്ടും. വലിയ നമ്പറായ ഇതിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. -2 എന്ന് കിട്ടുന്നു. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ആണ്. ടി ഇവിടെ നിർത്തിയിട്ട് 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ടി ഈക്വൽ ടു ഈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന 2 അപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡഡ് ആവും. -2ൻ്റെ താഴെ ഈ 2 ഡിവൈഡഡ് ആയിട്ട് വരും. സോ -2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് ഉള്ളതുകൊണ്ട് -1 ആണ് നമ്മുടെ ആൻസർ. ഇനി ഇവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 5t മൈനസ് 3 ഈക്വൽ ടു 3t മൈനസ് 5. നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുവാനായിട്ട് നമ്മൾ LHS വേറെ എടുക്കുക, RHS വേറെ എടുക്കുക. ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഇത് കറക്റ്റാണ്. അപ്പോൾ LHS എടുക്കുന്നു. 5t മൈനസ് 3 എന്ന് പറഞ്ഞാൽ ടിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് -5 ആണ്. 5 ഇൻറ്റു -1 ആണ്. -1 ടിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് -1. 5 ഇൻറ്റു -1 -3. 5 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -5 -3. രണ്ട് നമ്പറുകളും മൈനസ് ആണെങ്കിൽ ഇത് ജസ്റ്റ് സെയിം സൈൻ ആഡ് ആൻഡ് കീപ്പ്, സെയിം സൈൻ ആഡ് ആൻഡ് കീപ്പ്. അപ്പോൾ 5ഉം -3യും കൂടി -5ഉം -3യും കൂടി ആഡ് ചെയ്യുമ്പോൾ -8 ആകുന്നു. അവിടെ നിൽക്കട്ടെ. ഇനി RHS നമുക്ക് ചെയ്യാം. RHS ചെയ്ത് വരുമ്പോൾ ഇത് തന്നെ കിട്ടണം. അതായത് 3t മൈനസ് 5, അതായത് 3 ഇൻറ്റു -1 -5. 3 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -3 ആണ്, -5 ആണ്. നോക്കൂ, രണ്ടും മൈനസ് ആണെങ്കിൽ സെയിം സൈൻ ആഡ് ആൻഡ് കീപ്പ്. -3യും -5യും കൂടി ആഡ് ചെയ്യുമ്പോൾ -8 കിട്ടുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ LHS ചെയ്തപ്പോഴും -8 എന്നാണ് കിട്ടിയത്. RHS ചെയ്ത് വന്നപ്പോഴും -8 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ LHS ഈക്വൽ ടു RHS ചെക്ക്ഡ് അല്ലെങ്കിൽ വെരിഫൈഡ് എന്നൊക്കെ എഴുതാം.